ഹലോ, വെൽക്കം ബാക്ക് ടു എൽസ്റ്റാർസ്. ഞാൻ ഓമന രാധാകൃഷ്ണൻ, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. ഭയങ്കര മടിയാണ്, ഒന്നും ചെയ്യാൻ അങ്ങ് തോന്നുന്നില്ല. ഇത്തരത്തിൽ സ്വയം പരാതിപ്പെടാത്ത ആളുകൾ വളരെ കുറവായിരിക്കും അല്ലേ? ജീവിതത്തിൽ വിജയിച്ച ആളുകളാണെങ്കിൽ പോലും ഏതെങ്കിലും കാര്യത്തിലൊക്കെ മടി തോന്നിയിട്ടുണ്ടാവും. അതല്ലെങ്കിൽ അവൻ ഭയങ്കര മടിയനാണ്, അവൾക്ക് ഭയങ്കര മടിയാണ്, ഇങ്ങനെ ആളുകൾ പരാതിപ്പെടുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ മടിയെ എങ്ങനെ മറികടക്കാം. ഏതെങ്കിലും ഒരു കാര്യത്തിൽ വല്ലപ്പോഴും ഒരിക്കൽ തോന്നുന്ന മടിയല്ല, മടി കൂടെ തന്നെയാണെങ്കിൽ അത് ഒഴിവാക്കേണ്ടത് തന്നെയാണ്. മടിയെ ഒഴിവാക്കാനായിട്ട് നമുക്ക് ആദ്യം ചെയ്യാവുന്ന ഒരു കാര്യം, ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുന്നതിന് തന്നെ, സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ നമുക്ക് മടിയാണെങ്കിൽ ആ കാര്യം ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കുന്നത് നന്നായിരിക്കും. പലപ്പോഴും നമ്മുടെ മടിയുടെ ഒരു പ്രധാന കാരണം നീഡില്ല എന്നുള്ളതാണ്. ആ കാര്യം ചെയ്യേണ്ടതിന്റെ അത്യാവശ്യതയെക്കുറിച്ച് ഓർമ്മപ്പെടുത്താൻ നമ്മുടെ സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ വീട്ടിലുള്ളവരുടെയോ സഹപ്രവർത്തകരുടെയോ ഒക്കെ സഹായം തേടുന്നതും നന്നായിരിക്കും. ഒരു പരിധിവരെ മടിയെ അതിജീവിക്കാൻ അത് സഹായിക്കും. മറ്റൊരു പ്രധാന മാർഗമെന്ന് പറയുന്നത്, കൂടെ ഞാൻ ഒരു കാര്യം ചെയ്താൽ ശരിയാവില്ല, എനിക്കത് ചെയ്യാൻ അറിയില്ല, ഇത്തരം ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വന്നാൽ ആ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് മടി തോന്നും. അപ്പോൾ എന്നെ കൊണ്ട് കഴിയില്ല, ഞാൻ ചെയ്താൽ ശരിയാവില്ല എന്ന തരത്തിലുള്ള ഒരു നെഗറ്റീവ് തോട്ട്സ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ആ നെഗറ്റീവ് തോട്ട്സ് ഒഴിവാക്കുന്നത് ഒരു പരിധി വരെ ആ കാര്യം ചെയ്യാനുള്ള മടിയിൽ നിന്ന് നമ്മളെ രക്ഷ നേടാൻ സഹായിക്കും. മൂന്നാമതൊരു മാർഗം എന്ന് പറയുന്നത്, സ്വയം ലേബൽ ചെയ്യുന്ന രീതി ഒഴിവാക്കുന്ന ഒന്നായിരിക്കും. ഞാൻ മടിയനാണ്, ഞാനൊരു മടിച്ചിയാണ് എന്നുള്ള ഈ സെൽഫ് ലേബലിംഗ്, അല്ലെങ്കിൽ നമ്മളുടെ മൈൻഡിനെ തന്നെ അങ്ങനെ പറഞ്ഞു പഠിപ്പിക്കുന്നത്, അത് നമ്മളെ കൂടുതൽ മടിയുള്ളവരാക്കി മാറ്റാനേ സഹായിക്കൂ. അത്തരത്തിൽ അവനവനെ തന്നെ മടിയനാണ്, മടിച്ചിയാണ് എന്ന് ലേബൽ ചെയ്യുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതും മടിയെ അതിജീവിക്കാൻ ഒരു പരിധി വരെ നമ്മളെ സഹായിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം എന്ന് പറയുന്നത്, നമ്മൾക്ക് ചെയ്യാനുള്ള ടാസ്കിനെ ചെറിയ ചെറിയ ടാസ്കുകളാക്കി ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് ആ ചെറിയ ടാസ്കുകളായി അത് ചെയ്തു തീർക്കുന്നത് മടിയെ മറികടക്കാൻ സഹായിക്കും. പ്രത്യേകിച്ച് പഠിക്കാനുള്ള കുട്ടികളൊക്കെ ചെയ്യേണ്ടത്, അവർക്ക് ഒരു ദിവസം മുഴുവൻ ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളെ ചെറിയ ടാസ്കുകളാക്കി മാറ്റുക. അതില് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട്, ഇപ്പൊ 2 മിനിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ 3 മിനിറ്റ് കൊണ്ടോ ചെയ്ത് തീർക്കാൻ പറ്റുന്ന ടാസ്ക് ആദ്യം ചെയ്യുക. അപ്പൊ തന്നെ നമുക്ക് കുറച്ച് നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവൽ ഉയരും. അതിനുശേഷം അടുത്ത കൂടുതൽ ചെയ്യാൻ പറ്റും. അതിന് ഒരു ചെറിയ ബ്രേക്ക് എടുത്തതിന് ശേഷം പിന്നെ ഒരു 5 മിനിറ്റ് കൊണ്ട് ചെയ്താൽ തീരാവുന്ന ഏതെങ്കിലും ടാസ്ക് ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യുക. വീണ്ടും ഒരു ചെറിയ ബ്രേക്ക് എടുക്കുക. അതിനുശേഷം അങ്ങനെ ടൈം കൂടി വരുന്ന ടാസ്കുകളാക്കി തീർക്കുകയാണെങ്കിൽ നമുക്ക് മടി ഒരു പരിധി വരെ പരിഹരിക്കാൻ പറ്റും. ഏറ്റവും നല്ല മറ്റൊരു മാർഗം എന്ന് പറയുന്നത്, നമ്മൾക്കൊരു ദിവസം ചെയ്യേണ്ട കാര്യങ്ങളെ നമ്മളൊന്ന് ലിസ്റ്റ് ചെയ്ത് വെക്കുക. അത് ലിസ്റ്റ് ചെയ്യുമ്പോഴും ചെയ്യേണ്ടത് ഏറ്റവും കുറഞ്ഞ സമയം വേണ്ട കാര്യങ്ങൾ ആദ്യം, കൂടുതൽ സമയം വേണ്ട കാര്യങ്ങൾ അവസാനത്തേക്ക് മാറ്റി ആ ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഓരോ ടാസ്കും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അത് നമ്മൾ ടിക്ക് ചെയ്യുക. അന്ന് വൈകുന്നേരമാകുമ്പോഴേക്കും നമ്മൾ ഏതൊക്കെ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തു എന്നൊന്ന് റീചെക്ക് ചെയ്യുക. അങ്ങനെ റീചെക്ക് ചെയ്യുന്ന സമയത്ത് കുറെ ടാസ്കുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തതായി കണ്ടു കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുകയും അത് പതിയെ മടിയിൽ നിന്ന് രക്ഷ നേടാൻ, അല്ലെങ്കിൽ ഈ മടിയെ അതിജീവിക്കാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യും. ഇതിനെല്ലാം ഉപരിയായി ഏറ്റവും ആവശ്യം വേണ്ട ഒരു കാര്യം, അത്തരം ഒരു കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന നഷ്ടത്തെക്കുറിച്ചും അത് സമയത്ത് ചെയ്താലുണ്ടാകുന്ന നേട്ടത്തെക്കുറിച്ചും നമ്മൾ ചിന്തിക്കുന്നത് വളരെ നല്ല രീതിയിൽ ഉപകരിക്കും. പ്രത്യേകിച്ച് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പോസ്റ്റ്പോൺ ചെയ്ത് മാറ്റി വെച്ച് കഴിയുമ്പോൾ അവസാനം എല്ലാം കൂടി ചെയ്യേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന കഷ്ടപ്പാടിനെ കുറിച്ച് ഇടയ്ക്ക് ചിന്തിക്കുന്നതും മടിയെ മറികടന്ന് കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ സഹായിക്കും. എല്ലാത്തിനും ഉപരിയായി ഒരു രഹസ്യം പറയട്ടെ, മടിയെ മറികടക്കാൻ ഒറ്റ കാര്യമേ ഉള്ളൂ. ഈ മടിയിൽ നിന്ന് പുറത്തു വരണമെന്ന് ഒരു തീവ്രമായ ആഗ്രഹം നമുക്കുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമുക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കണം. ആ ലക്ഷ്യം എത്രമാത്രം തീവ്രതയുള്ളതാണോ അതനുസരിച്ച് മടിയെ അതിജീവിക്കാൻ നമ്മൾക്ക് സഹായിക്കും. അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബി ഹാപ്പി, സ്റ്റേ ഹെൽത്തി.